ശോഭാജി കാരണമായി അരിക്കച്ചവടവും സാരിക്കച്ചവടവും ഷൂ കച്ചവടവും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. അത് നമുക്ക് പരിശോധിക്കാം. അതുപോലെ ഈ ഒരു വിഷയത്തെ ന്യായീകരിച്ച് മെഴുകുന്ന ചില ആളുകളുടെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതും ഞാൻ വെച്ചു തരാം. ശോഭാജിയിലേക്ക് പോവാം. ആ വെള്ള വസ്ത്രം ധരിച്ചിട്ടുള്ള ആ സ്ത്രീ ആരാണ്? ശോഭാജി പറയുന്നത് അങ്ങനെ ഒരാളെ ഇല്ല എന്ന്. ശോഭാജി വണ്ടി കയറുമ്പം സൂക്ഷിക്കണം, ചിലപ്പോൾ വല്ല പ്രേതമൊക്കെ ആണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. ശോഭാജി പറയുന്നു അങ്ങനെ ഒരാളെ ഇല്ല എന്ന്. എന്നാൽ ഈ ദൃശ്യങ്ങൾ കണ്ടിട്ട് ആ സ്ത്രീ ആരാണെന്ന് ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതും കൂടി നമുക്ക് കാണാം. പണം നൽകിയെന്ന ആരോപണം നേരിടുന്ന സിമി സജീവ ശോഭാ സുരേന്ദ്രനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തുവിട്ട് കോൺഗ്രസ്. പാലക്കാട് BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ശോഭയ്ക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോയാണ് പുറത്തുവിട്ടത്. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ എത്തിയപ്പോഴാണ് സിമി പാർട്ടി ഓഫീസിൽ ഉണ്ടായിരുന്നത്. ആ ശോഭാ സുരേന്ദ്രനൊപ്പം സിമി നിൽക്കുന്ന ഫോട്ടോയാണ്, കോൺഗ്രസ് പുറത്തുവിട്ട ഫോട്ടോയാണ് ഇപ്പോൾ പ്രിയ പ്രേക്ഷകർ ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയ ഇളവള്ളി മഠം നൽകും വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ. ആ പൈസ നൽകിയ വെളുത്ത ചുരിദാറിട്ട സ്ത്രീ ആരാണ്? ആ ചോദ്യമാണ് കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി പാലക്കാട് ഇങ്ങനെ ഒഴുകി നടന്നിരുന്നത്. ശോഭ പറയുന്നു അങ്ങനെ ഒരു സ്ത്രീയെ തനിക്ക് അറിയേയില്ല, തന്റെ കാറിൽ അങ്ങനെ ഒരു സ്ത്രീയെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ മാധ്യമപ്രവർത്തകർ എടുത്തു ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഒരു സ്ത്രീ താങ്കളുടെ കാറിൽ ഉണ്ടായിരുന്നതിന്റെ ഫോട്ടോ വരുന്നുണ്ടല്ലോ ചോദിച്ചപ്പോൾ അതൊരു നിഴൽ മാത്രമായിരുന്നു എന്നാണ് ശോഭയുടെ മറുപടി. എന്നാൽ അത് നിഴലല്ല എന്ന ഒരു തെളിവ് ഉൾപ്പെടെയാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ പുറത്തുവിടുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവിടുന്നത് കണ്ണാടിയിലെ കോൺഗ്രസ് നേതാവായിട്ടുള്ള വിനേഷ് സർഗയാണ്. നിങ്ങൾ പറയുന്നത് അവർ സജീവമായിട്ട് ഈ പൈസ നൽകിയ സ്ത്രീ ഇവിടെ തന്നെ ഉള്ള സ്ത്രീയാണോ? അവര് ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സ്ഥാനാർത്ഥി വന്നപ്പോൾ മുതൽ, ശോഭാ സുരേന്ദ്രൻ ഈ പാലക്കാട് വന്നപ്പോൾ മുതൽ തന്നെ ഇവിടെ ഉള്ളവരാണ്. ഇവര് ഇങ്ങനെ ഒരാളില്ല എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് തെളിയിക്കേണ്ട ബാധ്യത നമ്മളെ സംബന്ധിച്ചോളം വന്നു. സിമി സജീവ് എന്ന് പറയുന്ന തിരുവനന്തപുരം ജനിച്ചതും മുംബൈ മലയാളിയുമായിട്ടുള്ള സ്ത്രീയാണ് ഇന്ന് പണം നൽകുന്നതിന് വേണ്ടി വന്നിട്ടുള്ളത്. ഇവര് 3-4 ദിവസം മുൻപ് കണ്ണാടിയിൽ കേന്ദ്രമന്ത്രി വന്ന പരിപാടിയിൽ അവിടെ ശോഭ. ഓക്കെ, ഇനി ആയിരിക്കും സംശയമില്ലല്ലോ, ആ വെള്ള വസ്ത്രം ധരിച്ച സ്ത്രീ ആരാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഇനി ഒരു വിഷ്വൽ വെച്ചുതരാം. അധിക പേരും ഈ വിഷ്വൽ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇതിന്റെ ഒരു 45 സെക്കൻഡ്, ആദ്യത്തെ 45 സെക്കൻഡ് ഒന്ന് കാണണം, ശ്രദ്ധിച്ചു നോക്കണം. അതായത് ലാസ്റ്റ് അവസാനം പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്റെ മൊബൈലിൽ ഇനി ചെയ്യരുത് കേട്ടാ. അല്ല എന്തായാലും അത് കൊടുക്കണ്ട. പൈസ കൊടുത്ത് തോട്ട് ചേച്ചി അവിടെ 1-2 വീട്ടിൽ ആ വീട്ടിൽ പൈസ കൊടുത്ത് അങ്ങനെ പൈസ കൊടുക്കുന്ന മോശം ആരുടെ കാൻഡിഡേറ്റിൽ പോയിട്ട് പൈസ. നിങ്ങൾ ആ അവസാനം പറഞ്ഞത് ശ്രദ്ധിച്ചിട്ടുണ്ടാവല്ലോ. ശോഭ ചേച്ചി പറഞ്ഞിട്ടുള്ളത് ഈ പെൺകുട്ടിയുടെ, അതായത് പുറകിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ടാണ് പറയുന്നത് ഈ പെൺകുട്ടിയുടെ വല്യമ്മയാണ്. പിന്നെ പറഞ്ഞു ഈ പെൺകുട്ടിയുടെ വല്യമ്മയാണ്. ഓക്കെ, കേട്ടല്ലോ. ഇനി ശോഭാജി ആ വണ്ടിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു കാര്യം കൂടി നമുക്ക് കേട്ടാലോ. ഒരു സംശയം ചോദിക്കട്ടെ. ഈ കാറിന്റെ ദൃശ്യങ്ങൾ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ശോഭാ സുരേന്ദ്രൻ ഇരിക്കുന്ന കാറിൽ ആ പണം നൽകുന്ന സ്ത്രീയാണ് എന്ന് സംശയം തോന്നിപ്പിക്കുന്നു. കാരണം അവര് മുല്ലപ്പൂവൊക്കെ വെച്ചിരിക്കുന്ന ഒരു പടമാണ്. അപ്പൊ ആ കാറിൽ തന്നെ ഉണ്ടായിരുന്നു ആ സ്ത്രീ എന്നുള്ളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിലെ ഒരു ക്ലാരിറ്റി വരുത്താമോ? അല്ല, അതെങ്ങനെയാണ് ഉണ്ടായിരിക്കുക? എന്റെ കാറിലില്ലാത്ത തെളിവുണ്ട്. ശോഭാ സുരേന്ദ്രൻ അവരിട്ട, അതായത് ആ പണം നൽകിയ സ്ത്രീ ഇട്ട അതേ ഡ്രസ്സും അതേ സ്ത്രീ താങ്കളുടെ കാറിൽ ഇരിക്കുന്നതിന്റെ തെളിവുണ്ട്, ആ ദൃശ്യമുണ്ട്. അപ്പൊ അതിനർത്ഥം സൈബർ ബുദ്ധി ഉപയോഗിച്ചിട്ടുണ്ട് ആണെന്നാണോ താങ്കൾ പറയുന്നത്? അപ്പൊ താങ്കൾ ആ കാറിലുള്ളത് അത് AI ആണോ? ഈ എന്റെ കാറിൽ ഇന്ന് രാവിലെ മുതൽ യാത്ര ചെയ്യുന്നത് ഞാനും ശ്രീമതി പ്രമീള ശശിധരനുമാണ് ഡ്രൈവറും. വേറെ ഒരാളും ഞങ്ങളുടെ കാറിനകത്തില്ല. ഈ പ്രമീള ശശിധരനാണോ പണം നൽകിയത്? എങ്ങനെ പ്രമീള ശശിധരനെ നിങ്ങൾക്കറിയില്ലേ? പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ ആയിട്ടുള്ള സാരി ഉടുത്തുകൊണ്ട് എന്റെ കൂടെ യാത്ര ചെയ്യുന്ന. കേട്ടല്ലോ ആരൊക്കെയാണ് വണ്ടിയിലുള്ളതെന്ന്. ഈ പ്രമീള ചേച്ചിനെ കയറി പെൺകുട്ടി എന്നൊന്നും എന്തായാലും ശോഭാജി വിളിക്കില്ല. അപ്പോൾ വേറെ ആരോ ആ വണ്ടിയിൽ ഉണ്ടായിരുന്നു ആ സമയത്ത്. അതാണ് പറഞ്ഞിട്ടുള്ളത് ഈ പെൺകുട്ടിയുടെ വല്യമ്മയാണ്. പോലല്ലോ ഇതൊക്കെ സംഭവിച്ച് അവസാനം മീഡിയാസിന്റെ അടുത്ത് വന്നിട്ട് ശോഭ ചേച്ചി പറയുന്നത് വുമൺ കാർഡും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ ഒരു പ്രശ്നത്തെ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോകാനാണ് ശോഭാജി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു സാരി കച്ചവടം കണ്ടിച്ചു വരാം.
റിപ്പോർട്ട് എക്സ്ക്ലൂസീവ്. പാലക്കാട് പിരായിരിയിലും BJPക്കെതിരെ ആരോപണം. സാരി വിതരണം ചെയ്യുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചിരിക്കുകയാണ്. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. അപ്പോ സാരി കച്ചവടവും പുറത്തു വന്നിട്ടുണ്ട്. ഇതിനെയും ശോഭ ചേച്ചിയുടെയും കാര്യം പറഞ്ഞ് ന്യായീകരിക്കാൻ ഒരാള് രംഗത്ത് വന്നിട്ടുണ്ട്. ഒന്ന് കണ്ടോളാം. ഭാരതീയ ജനതാ പാർട്ടിയോ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ഒരാളോ അവിടുത്തെ ആ അമ്മയ്ക്ക് പൈസ കൊടുക്കുന്നതിന്റെ ഏതെങ്കിലും ഒരു വിഷ്വൽ നിങ്ങളൊന്ന് കാണിക്കാമോ? അല്ല, ഒരു മിനിറ്റ്. ചോദ്യം ഞാൻ വളരെ കൃത്യമായിട്ട് ചോദിക്കുന്നത്. നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പാർട്ടിയുടെ ആരെങ്കിലുമോ ആ അമ്മയ്ക്ക് പൈസ കൊടുത്തു എന്ന് പറയുന്ന ദൃശ്യം നിങ്ങൾ ദയവ് ചെയ്തൊന്ന് കാണിക്കാമോ? ഒരു മിനിറ്റ്. ആ പൈസ കൊടുക്കുന്ന ദൃശ്യം ഒരു മിനിറ്റ്. കാറിനകത്തല്ല. ഒരു മിനിറ്റ്. ഒരൊറ്റ ചോദ്യം. കല്ലേക്കാട് മേഖലയിൽ സാരി വിതരണം ചെയ്തതിന്റെ ദൃശ്യമാണ് ഇവിടെ ഈ സാരി. ഒരു മിനിറ്റ് കാണിച്ചു. നിങ്ങൾ ഈ ദൃശ്യം കാണിക്ക്. ഒരു സാരിയും പിടിച്ചൊരു ഫോട്ടോ എടുത്താൽ ഇത് സാരി വിതരണം ചെയ്യുന്നതാണ് നിങ്ങളുടെ ആദ്യത്തെ ചോദ്യം. ഞാൻ ഇവിടെ ചോദിക്കുകയാണ്, പൈസ മോനെ ചങ്ങായി, സാരി പിടിച്ചിട്ട് ഫോട്ടോ എടുത്തത് പിന്നെ എന്തിനാണ്? അവര് ചിലപ്പം ഇവർക്ക് സാരി കൊടുക്കുന്നതായിരിക്കും അല്ലെ? ആയിക്കോട്ടെ, എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? ദൃശ്യങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു ദൃശ്യം കാണിച്ചു കൊടുക്കുമ്പോൾ അത് പറ്റൂല. സാരിന്റെ ദൃശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ ദൃശ്യം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഒരു സാരി എടുത്തിട്ട് ഫോട്ടോ എടുത്ത്, അതായത് സാരി ഉടുത്തതല്ല, സാരി കൊടുക്കുന്ന ഒരു ഫോട്ടോ ആണ് കാണിച്ചു കൊടുത്തിട്ടുള്ളത്. അതായത് ഇങ്ങനെ പിടിച്ചിട്ടുള്ള സാരി ഒക്കെ വെറുതെ ആരെങ്കിലും പിടിച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടോ? എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇനി നമുക്ക് അരിക്കച്ചവടത്തിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ. തൃശൂരിൽ വീണ്ടും വോട്ടിനായി കിറ്റ് വിതരണം ചെയ്യുന്നുവെന്ന ആരോപണം. കാച്ചേരിയിലെ അച്ചാർ കമ്പനിയിൽ നിന്നും 750 കിറ്റുകൾ പിടിച്ചെടുത്തു. BJP നേതാവിന്റെ സഹോദരന്റെ കമ്പനിയിൽ നിന്നാണ് ഈ കിറ്റുകൾ കണ്ടെത്തിയത്. തെരഞ്ഞെടുപ്പ് ഫ്ലൈയിംഗ് സ്ക്വാഡും പോലീസും സ്ഥലത്തെത്തി അവിടെ പരിശോധന നടത്തുകയാണ്. ഇത് മൂന്നാമത്തെ തവണയാണ് തൃശൂർ ജില്ലയിൽ ഇത്തരത്തിൽ കിറ്റ് പിടികൂടുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന കാച്ചേരിയിലെ അച്ചാർ കമ്പനി, അത് BJP നേതാവിന്റെ സഹോദരന്റെ ഉടമസ്ഥയിലുള്ള അച്ചാർ കമ്പനിയിൽ നിന്നാണ് ഇത്തരത്തിൽ 750-ലധികം കിറ്റുകൾ പിടികൂടിയിരിക്കുന്നത്. ഇവിടെ തെരഞ്ഞെടുപ്പ് ഫ്ലൈയിംഗ് കേട്ടല്ലോ, അതും പിടിച്ചു. അരിക്കച്ചവടം, അരി മാത്രമല്ല കിറ്റ് കച്ചവടവും പിടിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റൊരു ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത്, അതിന്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ വെക്കാത്തത്. ഒരു ഷൂ കച്ചവടത്തിന്റെ കാര്യം, അതായത് ഈ സാരിന്റെ കൂടെ ഷൂ കച്ചവടത്തിന്റെ ഒരു കാര്യം കൂടി പോകുന്നുണ്ട് എന്നൊരു കാര്യം കൂടി നടക്കുന്നുണ്ട്. ഇനി എന്തൊക്കെ കച്ചവടം നമ്മളൊക്കെ അറിയാതെ നടന്നിട്ടുണ്ടാകും? നേരായ മാർഗത്തിൽ ഇവന്മാർക്ക് ജയിക്കാൻ ശ്രമിച്ചൂടെ? എവിടെന്ന് നേരായ മാർഗത്തിൽ നോക്കുന്നുണ്ടോ? ഇത് രണ്ട് വിഭാഗമായിട്ടാണ്. അതായത് ഒരു വിഭാഗം എന്ന് പറയുന്നത് BJPന്റെ ഒരു വിഭാഗം നേരെ ഡെവലപ്മെന്റ്, വികസനവുമായിട്ട് നടക്കും. ഇപ്പുറത്തെ ഒരു വിഭാഗം വർഗീയതയും പറഞ്ഞ് നടക്കും. അതാണ് നമ്മൾ ഇവിടെ കേരളത്തിൽ കുറച്ച് ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ശോഭാജിയുടെ കാര്യത്തിൽ കലക്ടർ പറഞ്ഞിട്ടുള്ളത് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ വീട്ടുകാരുമായി സംസാരിച്ചപ്പോൾ അവർക്ക് പൈസ കൊടുത്തിട്ടില്ല, അവർ വാങ്ങിച്ചിട്ടില്ല എന്നൊരു റിപ്പോർട്ടാണ് കിട്ടിയിട്ടുള്ളത് ഫ്ലൈയിംഗ് സ്ക്വാഡിനൊക്കെ എന്നാണ് പറഞ്ഞത്. എന്നാലും ഇതിന്റെ ഈ ഒരു പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേറൊരു അന്വേഷണം കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് കലക്ടർ അറിയിച്ചിട്ടുള്ളത്. ഇപ്പൊ ഇലക്ഷനും കാര്യം തിരക്കായതുകൊണ്ട് തന്നെ 11-ാം തീയതിന്റെ ഉള്ളിൽ ആ ഒരു അന്വേഷണ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണമെന്നും കൂടി കലക്ടർ ഇപ്പോൾ പറഞ്ഞതായിട്ട് മീഡിയാസിനെ അറിയിച്ചിട്ടുണ്ട് കലക്ടർ. നമുക്ക് കണ്ടറിയാം എന്ത് സംഭവിക്കുമെന്ന്.